എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോട് കേരളം മൊത്തത്തിൽ ടാറ്റ ബൈ ബൈ കൊടുത്ത് വീട്ടിലേക്ക് പറഞ്ഞുവിടുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി അദ്ദേഹം അധികാര കസേരയിൽ ഉണ്ടായിരുന്നു. ഇന്നത്തെ ദിവസം അദ്ദേഹത്തിന് ഇനി മറ്റു ഓപ്ഷനില്ല രാജിവെക്കുക എന്നുള്ളതല്ലാതെ. കഴിഞ്ഞ 10 വർഷമായിട്ട് തൻ്റെ സ്വതസിദ്ധമായിട്ടുള്ള ഒരു അധികാര രീതി അദ്ദേഹം ഉണ്ടാക്കി എന്നത് ശരിയാണ്. അധികാരം തുടർച്ചയായി കിട്ടുന്ന സമയത്ത് ഏതൊരു ഭരണാധികാരിയും ശ്രദ്ധിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏകാധിപത്യ സ്വഭാവം തൻ്റെ ഭരണത്തിൽ ഉണ്ടാകാതിരിക്കുക എന്നുള്ളതാണ്, പ്രത്യേകിച്ച് ഒരു ജനാധിപത്യ ഭരണക്രമത്തിൽ. എന്നാൽ ആ ഒരു കാര്യത്തിൽ ശ്രീ പിണറായി വിജയൻ്റെ ഭാഗത്തു നിന്ന് കടുത്ത വീഴ്ചയുണ്ടായി എന്നത് നിരന്തരം നിശിതമായി വിമർശിക്കപ്പെട്ട ഒരു കാര്യമാണ്. അദ്ദേഹം തന്നെ നേരിട്ട് കൈകാര്യം ചെയ്തിരുന്ന ആഭ്യന്തര വകുപ്പ് തികഞ്ഞ പരാജയമായിരുന്നു, ഒപ്പം മറ്റു പല വകുപ്പുകളും. അതിലേറ്റവും പ്രധാനമായിട്ട് ജനങ്ങളുടെ ആരോഗ്യ സംബന്ധിയായിട്ടുള്ള കാര്യങ്ങളുമായി ഇടപെട്ട് പ്രവർത്തിക്കുന്ന മന്ത്രാലയം ഉൾപ്പെടെ അങ്ങേയറ്റം മോശമായിട്ടുള്ള പ്രകടനമായിരുന്നു എങ്കിൽ പോലും ഒരു തരത്തിലുള്ള കറക്റ്റീവ് മെഷേഴ്സും ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വളരെ കൃത്യമായി നമ്മളെല്ലാവരും മനസ്സിലാക്കിയതാണ്. അതിൻ്റെ ഫലമായിട്ട് ഏതാണ്ട് എല്ലാ പ്രധാനപ്പെട്ട മന്ത്രിമാരും പരാജയപ്പെടുന്നു. 6 റൗണ്ട് വരെ ശ്രീ പിണറായി വിജയൻ അടക്കം പിന്നിൽ നിൽക്കുന്നു. അവസാനം ശോഭയില്ലാത്ത ഒരു വിജയമാണ് ജയിച്ചു വന്ന പല ആൾക്കാർക്കും കിട്ടിയിരിക്കുന്നത്. ഈ ഒരു അവസരത്തിൽ എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നുള്ള ആ ഒരു പ്രധാനപ്പെട്ട ചോദ്യം CPM ചർച്ച ചെയ്ത് തീരുമാനത്തിലേക്ക് എത്തേണ്ടതാണ്. അതല്ല എങ്കിൽ കേരളത്തിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ആയിരിക്കും എന്നുള്ള ഒരു ഖ്യാതിയും അദ്ദേഹം സമ്പാദിക്കും എന്ന കാര്യം ഉറപ്പാണ്. എന്തുകൊണ്ട് CPM തോറ്റു എന്നുള്ളതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. നോക്കാം. 2021 തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് കേരളമാണ് കോവിഡിനെ അതിശക്തമായി വരിഞ്ഞുകെട്ടിയത് എന്നുള്ള ഒരു കള്ള നറേറ്റീവ് അന്ന് സൃഷ്ടിക്കപ്പെട്ടിരുന്നു. എന്നാൽ ഇത്തവണ അങ്ങനെയുള്ള സാമൂഹ്യ സാഹചര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കൃത്യമായിട്ടുള്ള പൊളിറ്റിക്കൽ വോട്ടിംഗ് തന്നെയാണ് ഉണ്ടായത്. ആ സമയത്ത് പിണറായി വിജയൻ എന്നുള്ള വ്യക്തിയുടെ പ്രഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ട് നേടാൻ കഴിയും എന്ന് CPM തെറ്റിദ്ധരിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പോരായ്മ. അദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യം അവസാനമുണ്ടായിരുന്ന തെരഞ്ഞെടുപ്പ് ചടങ്ങുകളിൽ ഉൾപ്പെടെ അദ്ദേഹം പ്രദർശിപ്പിച്ചതാണ്. ചോദ്യം ചോദിക്കുന്ന ആളിനോട് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് അദ്ദേഹം പറഞ്ഞു. പാർട്ടിയോട് പലതരത്തിലുള്ള അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് മാന്യമായി പാർട്ടി വിട്ട് പുറത്തു പോകാനുള്ള ഒരു അവസരം നൽകണം എന്നിരിക്കെ അങ്ങനെയുള്ള പല ആൾക്കാരെയും മോശം പദങ്ങൾ ഉപയോഗിച്ച് അവർ കാണിച്ചിരിക്കുന്നത് ചെറ്റത്തരമാണ് തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞ് പല വ്യക്തികളെയും മോശമായി പരാമർശിക്കുന്നതും നമ്മൾ കണ്ടതാണ്. പാർട്ടിയിലുണ്ടായിരിക്കുന്ന സ്വജനപക്ഷപാതം, അതേപോലെ തന്നെ അധികാര ദുർവിനിയോഗം, ധാർഷ്ട്യം, ഇതൊന്നും കൂടാതെ പാർട്ടിയിൽ ആസൂത്രിതമായിട്ടുള്ള കൊള്ള വരെ നടക്കുന്നു എന്നുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പാർട്ടിയുടെ പല ജില്ലകളിലുള്ള പല പ്രമുഖ നേതാക്കന്മാരും പുറത്തേക്ക് വരുന്ന സമയത്ത് അവരുടെ ആരോപണങ്ങളുടെ നിജസ്ഥിതി എന്താണ് എന്ന് പരിശോധിക്കുന്നതിന് പോലും പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള CPM പരാജയപ്പെട്ടു. കുറേയധികം മറ്റു വിവാദങ്ങൾ കൂടി ആ സമയത്തുണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട 2 വിവാദങ്ങളിൽ ഒന്ന് മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ടിരുന്ന ഒരു ആരോപണത്തിനെ കുറിച്ചാണ്. കരിമണൽ കർത്തായുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട് ഇവർക്കൊരു ഡീലുണ്ട് എന്നും ആ ഡീലിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സേവനവും നൽകാതെ അവർ പണം സമ്പാദിച്ചു എന്നും ആ ഡീൽ കിട്ടിയത് മുഖ്യമന്ത്രി അച്ഛനാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുമൊക്കെ കൃത്യമായിട്ടുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ചില രേഖകൾ പുറത്തു വന്നു. ചില ഏജൻസികൾ അതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ഓർഡറുകൾ പുറപ്പെടുവിച്ചു. എന്നിട്ടും അതിനെ ഫലപ്രദമായി പ്രതിരോധിച്ചില്ല എന്ന് മാത്രമല്ല, ഒരു ഡിനയൽ മോഡിലായിരുന്നു മുഖ്യമന്ത്രി എല്ലായ്പ്പോഴും. ഇത് കേരളത്തിൽ മൊത്തത്തിൽ ഭരണത്തിനോട് ഒരു വിപ്രതിപത്തി ഉണ്ടാക്കി എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതേപോലെ തന്നെ ഒരു വലിയ അഴിമതി ഇവിടെ സ്റ്റേറ്റ് സ്പോൺസർഡായി നടക്കുന്നു എന്ന തോന്നൽ ആൾക്കാരിൽ എല്ലാവരിലും ഉണ്ടാക്കിയ ഒരു വിഷയമായിരുന്നു ശബരിമല സ്വർണ്ണക്കൊള്ള. ആ വിഷയത്തിൽ കൈകഴുകാനാണ് പലപ്പോഴും CPMൻ്റെ നേതാക്കളും സർക്കാരുമൊക്കെ ശ്രമിച്ചത് എങ്കിലും അതിലുള്ള സർക്കാരിൻ്റെ താല്പര്യവും CPMൻ്റെ ഇൻവോൾവ്മെൻറ്റും വളരെ കൃത്യമായിട്ട് ആൾക്കാരിൽ കൂടി ഓരോ ദിവസവും പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നു. ആ സമയത്തും ഇതേപോലെ ഡിനയൽ മോഡിലേക്ക് പോയി എന്നതിനപ്പുറത്തേക്ക് ഫലപ്രദമായിട്ടുള്ള ഒരു തീരുമാനമെടുക്കുന്നതിനും ഒരു തരത്തിലുള്ള വിശദീകരണം നൽകുന്നതിനും CPMന് സാധിച്ചില്ല എന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ റൈറ്റിംഗ് ഈസ് ഓൺ ദ വാൾ എന്ന് പറയാവുന്ന തരത്തിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയാണ് CPMന് നാട്ടുകാർ നൽകിയത്. എന്നിട്ടും ഈ വക കാര്യങ്ങളിൽ നിന്നൊന്നും തന്നെ ഒരു പാഠവും പഠിക്കാതെ പിണറായി വിജയൻ മുന്നിൽ നിന്ന് നയിച്ചാൽ നമ്മൾ ഭരണ തുടർച്ച നേടും എന്ന അർത്ഥത്തിൽ മറ്റാരുണ്ട് LDF അല്ലാതെ എന്നുള്ള നിഷേധാത്മകമായിട്ടുള്ള ഒരു മുദ്രാവാക്യം പൊളിറ്റിക്കൽ സ്ലോഗനായിട്ട് ഉയർത്തിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ തല ഫുൾ ഫിഗർ മാത്രമുള്ള ആയിരക്കണക്കിന് ഹോർഡിങ്ങുകളാണ് ഒരുപക്ഷെ കേരളത്തിൽ ഉയർന്നത്. അതിൽ ഒരു തരത്തിലുള്ള ജനാധിപത്യ സ്വഭാവവും ഉണ്ടായിരുന്നില്ല. ഭരണത്തിൻ്റെ ഏതെങ്കിലും ഒരു നേട്ടമെന്ന രീതിയിലത്തേക്ക് ഒരു കാര്യം ഈ ഹോർഡിങ്ങിൽ എഴുതുന്ന സമയത്ത് അത് ഏത് വകുപ്പിൽപ്പെട്ട മന്ത്രിയുടെ കൂടി കോൺട്രിബ്യൂഷനാണ് എന്നതിനെക്കുറിച്ച് പരാമർശമുണ്ടായില്ല. അങ്ങനെ പൂർണ്ണമായിട്ടുള്ള ഓട്ടോക്രാറ്റിക് സ്വഭാവത്തിൽ കൂടി ഒരു തരത്തിലുള്ള ഡെമോക്രാറ്റൈസേഷനും ഇല്ലാതെയാണ് CPM ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ രംഗത്തുണ്ടായിരുന്നത് എന്നത് നമ്മൾ കണ്ടു. അധികാര ദുർവിനിയോഗം ഈ ഭരണം അവസാനിക്കുന്നതിൻ്റെ അവസാന ദിനങ്ങളിൽ പോലും CPMൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതും
നമ്മൾ ഞെട്ടലോടെയാണ് കണ്ടത്. ബി അശോക് എന്ന വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു IAS ഉദ്യോഗസ്ഥനോട് അദ്ദേഹത്തിൻ്റെ സ്വതന്ത്രമായിട്ടുള്ള അഭിപ്രായ പ്രകടനം നടത്തി എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതികാര നടപടി സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടു. പലപ്പോഴും ചട്ടവിരുദ്ധമായിട്ടുള്ള പല നടപടികളും അദ്ദേഹത്തിനെതിരെ സ്വീകരിച്ചപ്പോൾ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ പോയി തൻ്റെ കേസ് സ്വയം വാദിച്ച് തനിക്ക് അനുകൂലമായിട്ടുള്ള വിധി നേടി സർക്കാരിനെ പലപ്പോഴും നാണം കെടുത്തിയിട്ടുള്ള വ്യക്തിയാണ് ബി അശോക്. അദ്ദേഹത്തിനോട് ഇങ്ങനെ പ്രതികാരപരമായിട്ടുള്ള ഒരു നടപടി സ്വീകരിച്ച് അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്യുന്ന കാര്യം നമ്മൾ കണ്ടതാണ്. ഓൾറെഡി സസ്പെൻഷനിലായിരിക്കുന്ന ശ്രീ N പ്രശാന്ത് IAS എന്ന ഉദ്യോഗസ്ഥനെ വീണ്ടും സസ്പെൻഷനിലേക്ക് ഒരു നടപടി സ്വീകരിച്ച് തള്ളിവിടുന്നതും നമ്മൾ കണ്ടതാണ്. ഇതൊക്കെ ചെയ്യുന്നതിന് വേണ്ടി ഒരു കെയർടേക്കർ സർക്കാരിന് എന്ത് തരത്തിലുള്ള അധികാരമാണുള്ളത് എന്ന് ചോദിച്ചാൽ ഒരധികാരവുമില്ല, മറിച്ച് അമിതാധികാര പ്രവണത അഥവാ അധികാര ദുർവിനിയോഗം അതായിരുന്നു ഈ രണ്ട് കേസുകളിലും കണ്ടത്. ഇങ്ങനെയാണ് എങ്കിൽ എങ്ങനെ സ്വതന്ത്രമായിട്ടുള്ള അഭിപ്രായം ഫയലിൽ എഴുതുന്നതിന് വേണ്ടി ഇവിടെയുള്ള ഉദ്യോഗസ്ഥർക്ക് കഴിയും എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടി ഇവരുടെ മേലുള്ള നടപടികൾ കൊണ്ട് മനുഷ്യരുടെ മനസ്സിൽ ഉണ്ടായിട്ടുണ്ട് എന്നതും നമുക്കറിയാവുന്നതാണ്. അതേപോലെ അധികാരം കെട്ടിയിരിക്കുന്ന ഒരു പാർട്ടി അത് തൊഴിലാളി വർഗ പാർട്ടിയാകുമ്പോൾ തൊഴിലാളികളുടെ പ്രശ്നങ്ങളോട് എങ്ങനെയാണ് ഒരു പുറംകാൽ സമീപനം സ്വീകരിച്ചത് എന്നതും നമ്മൾ കണ്ടതാണ്. ആശാ സമരം നമ്മളെല്ലാവരും കണ്ടു. ദീർഘകാലം അത് നീണ്ടുനിന്നു. വിവിധ കാര്യങ്ങളിൽ കേരളം നമ്പർ 1 ആണ് എന്നുള്ള ഒരു ക്ലെയിം പോലും ഉയർത്തുന്നതിന് സർക്കാരിനെ സഹായിക്കുന്ന, കൈമെയ് മറന്ന് സർക്കാരിനൊപ്പം നിൽക്കുന്ന ആശാ വർക്കർമാർ എത്രയോ കാലമാണ് ഏറ്റവും മിനിമലായിട്ടുള്ള, ഏറ്റവും ന്യായമായിട്ടുള്ള ഒരു അവകാശം ഉന്നയിച്ച് സെക്രട്ടേറിയറ്റിൻ്റെ പടിക്കൽ കിടന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ കണ്ടതാണ്. തൊഴിലാളി വർഗ പാർട്ടി അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ ഏറ്റവും ന്യായമായിട്ടുള്ള ഒരു ആവശ്യത്തിനോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു സമീപനം അന്ന് എങ്ങനെയാണ് സ്വീകരിച്ചത് എന്ന് നമ്മൾ കണ്ടതാണ്. നിഷേധാത്മകമായിട്ടുള്ള സമീപനം മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഭാഗത്തു നിന്നുണ്ടായി എന്നത് മാത്രമല്ല, CITU എന്നുള്ള തൊഴിലാളി സംഘടന ഉൾപ്പെടെ അവരോട് സഹകരിച്ചില്ല. ഇവർക്കെതിരെ പലപ്പോഴും ഇടതുപക്ഷത്തെ പല പ്രമുഖ നേതാക്കന്മാരും ആർട്ടിക്കിളുകൾ പല മാധ്യമങ്ങളിലും എഴുതി എന്നതും നമ്മൾ കണ്ടതാണ്. കേരളത്തിലുള്ള ജനവിഭാഗം പൊതുവെ ആശാ വർക്കർമാരോട് സ്വീകരിച്ചിരുന്ന ഒരു ഐക്യദാർഢ്യം, ആ ഒരു കാര്യം തിരിച്ചറിയുന്നതിന് പോലും CPM കഴിഞ്ഞില്ല. അതേപോലെ പൊതുജന വികാരം എന്താണ് എന്ന് മനസ്സിലാക്കാതെ അവർക്ക് വേണ്ടാത്ത ഭരണപരിഷ്കാരത്തിനെ ഒരു വലിയ വികസനമായി നടപ്പാക്കാൻ വേണ്ടി അവർ ശ്രമിച്ചതായിരുന്നു ഓരോ വീടുകളിലും അടുക്കളയിൽ കൊണ്ട് സ്ഥാപിച്ച കേരയിൽ സിൽവർ ലൈനിൻ്റെ മഞ്ഞക്കുറ്റി. ഇതിൻ്റെയൊക്കെ ഫലമായി മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തന്നെ CPMൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോട്ടയായിട്ടുള്ള ധർമ്മടത്ത് 6 റൗണ്ട് പിന്നിൽ നിന്നതിന് ശേഷമാണ് അദ്ദേഹത്തിന് നേരത്തെ ഉണ്ടായിരുന്ന ഭൂരിപക്ഷത്തിനെ അപേക്ഷിച്ച് വളരെ ചെറിയ മാർജിനിൽ ജയിച്ച് രക്ഷപ്പെട്ടു പോയത്. അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലുണ്ടായിരുന്ന ഏതാണ്ട് എല്ലാ പ്രമുഖരും പരാജയപ്പെട്ടു എന്നത് നമ്മൾ കണ്ടതാണ്. കേരള കോൺഗ്രസ് മാണിക്ക് ഇടതുപക്ഷത്ത് അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ പ്രാധാന്യമുണ്ട് എന്ന് അവരും LDFും കരുതിയിട്ടുണ്ടാകാം. എന്നാൽ അങ്ങനെ ഒരു പ്രാധാന്യം എന്നത് വെറും മിത്താണ് എന്ന് കേരളത്തിലെ വോട്ടർമാർ തെളിയിച്ചു. അതുകൊണ്ട് കേരള കോൺഗ്രസ് മാണിക്ക് ഇനി രൂപീകരിക്കുന്ന അസംബ്ലിയിൽ ഒരാൾ പോലും പ്രതിനിധിയായിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും നല്ല ഫലം. ചുരുക്കി പറഞ്ഞാൽ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണയില്ലാതെ, ഭാവനാപൂർണമായിട്ടുള്ള പുതിയ ധനാഗമ മാർഗങ്ങളൊന്നും സൃഷ്ടിക്കാതെ ജനങ്ങളെ ടാക്സ് ചെയ്യുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടി ആൾക്കാർ മദ്യപിക്കട്ടെ, ആൾക്കാർ കൂടുതലായിട്ട് ലോട്ടറി എടുക്കട്ടെ, അതുവഴി നമുക്ക് പണമുണ്ടാക്കാം എന്ന് മാത്രം ചിന്തിച്ചിരുന്ന ഒരു സർക്കാരിൻ്റെ അധപ്പതനം പൂർത്തിയാവുകയാണ് ഇപ്പോൾ ഈ ഫലം വന്നതോടുകൂടി. ഫൈനാൻഷ്യൽ മിസ്മാനേജ്മെൻറ്റ് അതിൻ്റെ പീക്കിലായിരുന്നു എന്ന് നമുക്കറിയാം. അതേപോലെ അധികാരത്തിൻ്റെ ഒരു തുടർച്ചയ്ക്ക് വേണ്ടി കുറേയധികം പണമാണ് പല ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നും ഈ സർക്കാരിൻ്റെ ഇമേജിനെ മിനുക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചത്. ഒപ്പം ഒരു തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളോ ജനോപകാരപ്രദമായിട്ടുള്ള പ്രവർത്തനങ്ങളോ നടത്താതെ ധൂർത്ത് മാത്രം മുൻനിർത്തി കുറേയധികം പണം ചെലവഴിച്ചുകൊണ്ട് ഇവിടെ പ്രത്യേകമായിട്ടുള്ള ബസ് വരെ തയ്യാറാക്കിക്കൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ചു. നിരവധി നവകേരള സദസ്സുകളും സമ്മേളനങ്ങളും നടത്തി. എന്നിട്ട് സർക്കാരിൻ്റെ പ്രതിച്ഛായ നന്നാക്കാനായിട്ട് ശ്രമിച്ചു എന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ ആ പ്രതിച്ഛായ എന്നോ കൈമോശം വന്നിരുന്നു എന്ന കാര്യത്തിനെക്കുറിച്ച് അവർ മനസ്സിലാക്കിയിരുന്നില്ല. അവസാനം അനിവാര്യമായിട്ടുള്ള ഒരു വിധിയിലേക്ക് ഈ ഒരു മന്ത്രിസഭ എത്തിയിരിക്കുകയാണ്. അങ്ങനെ 40-ൽ താഴെ സീറ്റുകളിലേക്ക് LDF ചുരുങ്ങിയിരിക്കുന്നു. UDFന് 100-ലധികം സീറ്റുകൾ വോട്ടർമാർ സമ്മാനിച്ചിരിക്കുന്നു. നിയമസഭയിൽ പ്രാതിനിധ്യം ഒന്നും ഉണ്ടാകാതിരുന്ന BJPക്ക് ചരിത്രത്തിൽ ആദ്യമായി 3 സീറ്റുകളും ലഭിച്ചിരിക്കുന്നു. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 3 സീറ്റുകളിൽ BJP ജയിച്ചിരിക്കുന്നത് പോലും CPMൻ്റെ അല്ലെങ്കിൽ CPIയുടെ സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തിയിട്ടാണ്. അതായത് ലെഫ്റ്റിനെതിരായിട്ടുള്ള വോട്ടാണ് ഈ ഇടങ്ങളിലെല്ലാം തന്നെ ഈ BJPക്ക് ആൾക്കാർ നൽകിയത്. അങ്ങനെ നോക്കിയാൽ കോൺഗ്രസിൻ്റെ സീറ്റുകൾക്കൊപ്പം BJPക്ക് കിട്ടിയിരിക്കുന്ന സീറ്റുകളും ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഏറ്റവും കൃത്യമായിട്ടുള്ള ഉദാഹരണമാണ്. ഇനി കേരളം ഭരിക്കാൻ പോകുന്നത് UDF ആണ്, കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലാണ്. 100-ലധികം സീറ്റുകൾ കോൺഗ്രസിന് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും അതിലേതെങ്കിലും ഒരു ഘടകകക്ഷിക്ക് അമിത പ്രാധാന്യം ഉണ്ടാവില്ല എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. കാര്യങ്ങൾ തീരുമാനിക്കാനായിട്ട്, തീരുമാനങ്ങൾ എടുക്കാനായിട്ട് UDFൽ
കോൺഗ്രസിന് ഒരു അപ്പർ ഹാൻഡ് എല്ലായ്പ്പോഴും ഉണ്ടാകും എന്നുള്ളത് നല്ല കാര്യമാണ്. എന്നാൽ അവരെ കാത്തിരിക്കുന്നത് പൂച്ച പെറ്റുകിടക്കുന്ന ഒരു ഖജനാവാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സെൻറ്ററും സ്റ്റേറ്റും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുക എന്നുള്ളത് ഈ പുതിയ സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജണ്ടയായിരിക്കണം എന്നുള്ളതാണ് പ്രധാനം. അതേപോലെ തന്നെ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചമാക്കി വെക്കുക എന്നുള്ളത് UDF-നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രതിസന്ധി സൃഷ്ടിക്കാനുള്ള സാധ്യതകളുണ്ട്. കാരണം കുറേയധികം വെൽഫെയർ സ്കീമുകൾ, കുറേയധികം വലിയ ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതികളൊക്കെ എല്ലാവർക്കും വേണ്ടി നടപ്പാക്കാനായിട്ട് അവർ ശ്രമിക്കുകയാണ്. എന്തായാലും അതിന് ജനങ്ങളെ ഓവർ ടാക്സ് ചെയ്യാത്ത രീതിയിലത്തേക്കുള്ള പല ധനാഗമ മാർഗങ്ങളും സൃഷ്ടിക്കാനായിട്ട് കോൺഗ്രസിന് സാധിക്കട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. അനിവാര്യമായിട്ടുള്ള തിരിച്ചടി CPM നയിച്ച സർക്കാരിന് നൽകിയിരിക്കുന്ന കേരളത്തിലെ വോട്ടർമാരോട് എല്ലാവിധത്തിലുള്ള നന്ദിയും അറിയിച്ചുകൊണ്ട് ഒരു സദ്ഭരണം കേരളത്തിൽ ഇനി ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രത്യാശിച്ച് ഭരണത്തിൽ വരുന്ന UDF സർക്കാരിന് എല്ലാവിധ ആശംസകളും അറിയിച്ച് നല്ല ക്രിയാത്മകമായിട്ടുള്ള പ്രതിപക്ഷമായിട്ട് പ്രവർത്തിക്കാൻ CPM-നും BJP-ക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.